കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശു കർത്താവിൻ്റെ വലിയ നാമത്തിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി നമുക്ക് 2 വേദഭാഗങ്ങൾ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 44-45 വാക്യങ്ങളും 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യവും. എന്നാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന് താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായി വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനവുമായി കടന്നുവരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എലോഹീം ഫേസ്ബുക്ക് പേജിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൽ വീണ്ടും അണിയറെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ കോശി, അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ടാക്സ് കളക്ടറായിരുന്ന ചുങ്കം പിരിക്കുന്നതായ മത്തായി, കർത്താവെ സക്കായി, സ്തോത്രം, അങ്ങേ കാണുവാൻ തൊക്കണം കാട്ടത്തി മരത്തിന്മേൽ കയറിയത് അവിടുന്ന് കണ്ട ദൈവമാകിയാൽ സ്തോത്രം. ചുങ്കക്കാരൻ സക്കായിയെ കാട്ടത്തി മരത്തിൽ നിന്ന് താഴെ ഇറക്കി അദ്ദേഹത്തോടൊപ്പം തന്നെ ഭവനത്തിലേക്ക് പോയ കർത്താവ്, ഇന്ന് രാത്രി ഈ പകൽക്കാലം അവിടുത്തെ വചനം കേൾക്കുവാൻ തൊക്കണം ആയിരിക്കണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാണുന്നുവല്ലോ. ഞങ്ങളുടെ എല്ലാം പരമാർത്ഥ മനസ്സ് അവിടുന്ന് അറിയുന്നല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, അവലാദികൾ, ഇല്ലായ്മകൾ, ഞങ്ങൾക്കുള്ള എല്ലാം കർത്താവ് അറിയുന്നു. ഞങ്ങളുടെ നിരൂപണം എല്ലാം കർത്താവ് ദൂരത്തുനിന്ന് കേൾക്കുന്നു. അറിയുന്ന ദൈവമാകിയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോഴും വിവിധ ഭാരങ്ങളാൽ ചഞ്ചലപ്പെടുന്നവരും വ്യാകുലപ്പെടുന്നവരെയും ദൈവാത്മാവെ അവിടുന്ന് കാണുന്നതിനായി സ്തോത്രം ചെയ്യും. ദൈവനകൾ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിനാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. അങ്ങനെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്ന ഒരു പാട്ടിന് ചില വരികൾ പാടുവാൻ താല്പര്യപ്പെടുന്നു. അറിയാവുന്നവർക്ക് ചേർത്ത് പാടാം. സ്തോത്രം. നല്ലതല്ലാതൊന്നുമില്ല, നീ നൽകുന്നെല്ലാം നന്മയല്ലോ. നന്മയല്ലാതൊന്നുമില്ല, നീ നൽകുന്നെല്ലാം നന്മയല്ലോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തന്നെ നിൻഹിതം പോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തന്നെ നിൻഹിതം പോ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആകുലങ്ങൾ ആശ്രയിപ്പാൻ. അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മാനാഥായി പാരിടത്തിൽ. അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മാനാഥായി പാരിടത്തിൽ. എൻ പ്രാണനാഥനെന്നു വരും, അന്നു തീരും
എൻ വേദനകൾ എൻ പ്രാണനാഥനെന്നു വരും. അന്നു തീരും എൻ വേദനകൾ. പ്രിയമുള്ളവരെ, വിവിധമായ വിഷയങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്നവരാണ് ഇന്ന് പകൽക്കാലം ദൈവവചന കേൾവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. താല്പര്യപ്പെട്ടതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല. സ്വസ്ഥമായും സമാധാനമായി ഒന്നും ആയിട്ടില്ല. നാളെ നോക്കുമ്പോൾ എന്ത് എന്ന് വ്യാകുലപ്പെടുന്നുണ്ട്. എങ്ങനെ ആയിത്തീരുമെന്ന് അറിയാതെ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് നടുവിൽ കർത്താവ് വരുന്ന ആകുലങ്ങളിൽ ആശ്രയിപ്പാൻ, ആശ്വാസം പകരുവാൻ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അവനിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കരമാണ് വന്നതെങ്കിൽ അതിലെല്ലാം ആശ്വാസം പ്രാപിച്ച് ദൈവകൃപ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച നാം ചിന്തിച്ചത്, ഈ ദിവസങ്ങളെ തുടർമാനമായി ചിന്തിച്ചത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. യേശു കർത്താവ് വീണ്ടും വരും. ആ വീണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നെബൂഖദ്നേസർ എന്ന രാജാവ് കണ്ട സ്വപ്നത്തെയും അതിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ്, പശ്ചാത്തലത്തിലൂടെയാണ് കഴിഞ്ഞ പല എപ്പിസോഡുകളായി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേൾവിക്കാരുടെ ഉള്ളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പക്കലുണ്ടല്ലോ. അപ്പോൾ തന്നെ അതല്ല എങ്കിൽ എഴുതുന്ന വാക്യങ്ങൾ, വചനങ്ങൾ, വേദഭാഗങ്ങളിൽ നിന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. വചനം ഇങ്ങനെ, മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. മനുഷ്യന് നന്മ ലഭിച്ചാൽ അത് നിൽക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. ഇല്ലായ്മയിൽ നിലവിളിയും ആകുലവും പരിഭവം പറച്ചിലും, അവർ ചെയ്യാഞ്ഞിട്ട, അളിയന്മാർ നോക്കാഞ്ഞിട്ട, ആങ്ങളമാരൊന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ, അപ്പനത് തന്നിരുന്നുവെങ്കിൽ, അമ്മയൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സഹോദരന്മാരൊന്ന് കണ്ണു തുറന്നിരുന്നുവെങ്കിൽ, സഹപാഠികൾ ഒന്ന് കൈതാങ്ങിയില്ലല്ലോ, സെൻറ്ററും കൗൺസിലും സഹായിച്ചില്ലല്ലോ എന്നെല്ലാം പലവിധമായ വിഷയങ്ങൾ സമൂഹം, സമുദായവും സംഘടനകളും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നുള്ളതായ ചിന്തകളിൽ പലരുമുണ്ട്. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മനസ്താപവും ഒരു മനോവിനിയും ഒക്കെ കണ്ട് ചിലരാണെങ്കിൽ അതിനെതിരെ അങ്ങ് നിഗളിക്കുകയല്ല, അതിനെതിരെ ശബ്ദം വെക്കുകയും എന്ത് സാധിച്ചു ബന്ധുക്കളെയും ചാർച്ചക്കാരുടെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അവർ നമ്മളെ സഹായിക്കാത്ത. ഞാൻ ഓർക്കുന്ന ഒരു വലിയ ഒരു തറവാടിൽ ജനിച്ചു വളർന്ന കൊച്ചുമകൻ, അവൻ്റെ അമ്മയ്ക്കും അപ്പനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വന്നപ്പോൾ, കൊച്ചുമകനാണ്, ആ പയ്യൽ ചോദിച്ചതാണ്, വലിയ കൊമ്പത്തെ തറവാട്ടിലെയാണല്ലോ, എന്നിട്ട് എന്ത് പറ്റി, തറവാട്ടുകാരും ഒന്നും ചെയ്തില്ലല്ലോ. തറവാട്ടുകാർ ചെയ്തില്ലെങ്കിൽ ദൈവമേ നീ ചെയ്യണമേ എന്നല്ല, വീട്ടുകാർ ചെയ്യാത്തതിലാണ് ആ കുഞ്ഞിൻ്റെ പരിഭവം. സഹജമായിരിക്കാൻ ലോകമാണെന്നൊന്നും ദൈവത്തോടും ദൈവജനത്തോടും യോജിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള സ്ഥാനത്തൊക്കെ ദൈവം സഹായിച്ചു കഴിഞ്ഞാലോ, ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും അറിയത്തുമില്ല. ഉറവ് വെള്ളം കുടിച്ചു വന്നവരൊക്കെ പിന്നെ ബിസ്ലേരി വെള്ളമില്ലാതെ, വാട്ടർ ഇല്ലാതെ കുടിക്കത്തില്ല, കുപ്പിയിലെ വെള്ളമേ കുടിക്കത്തുള്ളൂ. ഓലിയിൽ തോർത്ത് വെച്ച് തുണി വെച്ച് വെള്ളം അരിച്ച് കുടിച്ചവരൊക്കെ പിന്നെ അങ്ങനെ. അതുപോലെ ജാമിയരിയും മുളയരി കൊണ്ടുള്ള ആഹാരം കഴിച്ച് പശപ്പശ്ശേരിയുടെ ചോറുണ്ടവർക്കൊക്കെ ഇപ്പം ജൈവ കൃഷിയിലെ അരി ഉണ്ടെങ്കിലേ കഴിക്കാനൊക്കത്തുള്ളൂ. പലതരത്തിൽ, അതായത് മുൻപ് ഉടുത്തിരുന്ന കുറിയാണ്ടയിലോട്ട് കയ്യോ മുഖമോ തുടയ്ക്കാനില്ലാത്തവർക്ക് ഇപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലാതെ ഒക്കത്തില്ല. സംഗതി വളർന്നു, എങ്കിലും വളർന്നു കഴിഞ്ഞപ്പോൾ വളർത്തിട്ട് വല്ലാത്ത വളർച്ചയായിപ്പോയി. പണ്ടത്തെ ഇല്ലായ്മകളും ഇപ്പോൾ ഇല്ലാത്തവരെ കുറിച്ച് ചിന്താഗതി ഇല്ലാതെ പോകുന്നൊരു അനുഭവം. അതുതന്നെയാണ് ഇവിടെ ഈ പുസ്തകത്തിൽ രണ്ടാമത് ഭാഗത്ത് വായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പാറയാകുന്ന ക്രിസ്തു യാഹാം പാറയെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് അതിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെട്ട് വന്നത്, യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പൊതുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് എഴുതാൻ വന്നു, എന്നെ അതിന് വിടുന്നില്ല. എന്നാൽ വിശ്വാസത്തോട് പോരാടണം. പൊതുവിലെ രക്ഷയെക്കുറിച്ച്, ക്ഷമിക്കണം, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് യൂദാ അപ്പോസ്തലൻ എഴുതാൻ തുടങ്ങിയത്. പക്ഷെ അതൊരു പരുവത്തിൽ അങ്ങ് എഴുതി പോകണമെന്ന് വിചാരിച്ചത്, ആരെയും നോവിക്കാതുള്ള കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. എഴുതുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്ക് എഴുതുവാൻ എനിക്ക് താല്പര്യമുണ്ട്, എഴുതിക്കണമെന്നുണ്ട്. പക്ഷേ നീ എഴുതുകയാണെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കണം എഴുതണമെന്നുള്ള ആത്മപ്രേരണയാലാണ് യൂദാ ലേഖനം എഴുതുന്നത് എന്ന് പറഞ്ഞ പോലെ
ഇന്ന് പകൽക്കാലം പാറയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിർത്തിവെന്ന പാറയുടെ തുടർച്ചയായിട്ട് പോകാനാണ് എൻ്റെ താല്പര്യമെങ്കിലും പിന്നെ മറ്റൊരു ഭാഗത്തൂടെയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നത്. ആ ഭാഗമാണ് ഞാൻ രണ്ടാമത് വായിച്ചത്. അപ്പം കർത്താവ് എന്ന് വരുമെന്നുള്ളത് ആവലോടെ നോക്കി കാത്തിരിക്കുന്ന ഒരു സമൂഹം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആരംഭകാലത്തുണ്ടായിരുന്നു, ആദിമ സഭയിലുണ്ടായിരുന്നു. ആദിമ സഭാ പിതാക്കന്മാർ അവർ ആഗ്രഹിച്ചു, താല്പര്യപ്പെട്ടു, അതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ അവരുടെ കാലത്തൊന്നും കർത്താവ് വന്നില്ല. ഇന്നിപ്പോൾ 2000-ൽ പരം വർഷങ്ങളായിട്ടും കർത്താവ് വന്നില്ല. ഈ കണ്ട നീണ്ട നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ജനങ്ങൾ പലവിധമായ വേദനയും ഭാരമൊഴിച്ചു. ജാതി വെറിയാലും താഴ്ന്ന ഉയർന്ന ജാതിക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാലും ആഹാരത്തിന് വേണ്ടി പട്ടിണിയും യുദ്ധവും പലവിധമായ പീഡ അനുഭവിച്ച് നിർദ്ദയം കൊല്ലപ്പെട്ട് ദോഷങ്ങളാലൊക്കെ സഹിച്ചു പോയവരൊക്കെ നിലവിളി ദൈവം വന്നിരുന്നുവെങ്കിൽ, ദൈവം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഈ അസമത്വമല്ലാന്ന് മാറി സമത്വ സുന്ദരമായ ഒരു അനുഭവം വന്നുവെങ്കിൽ ഇന്ന് മനുഷ്യർ ചിന്തിക്കുന്ന പോലെ മൃഗജാതികളും ചിന്തിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ അങ്ങനെ ജനങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നോക്കി പാർത്തിരിക്കുമ്പോൾ തന്നെ ദൈവം മാനവജാതിയോട് സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ കിടക്കയിൽ അദ്ദേഹം ചിന്തിച്ചാണ്, എനിക്ക് ശേഷം എന്ത് സംഭവിക്കും. അപ്പൊ തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യത്തിന് മാത്രമല്ല, വരാൻ പോകുന്ന ഇനി എത്ര നാൾ ഈ ഭൂമിയുണ്ടോ അത്രയും നാളത്തേക്കുള്ള ഒരു വിദൂരകാല വെളിപ്പാടാണ് ദൈവം നെബൂഖദ്നേസർ എന്ന രാജാവിന് ചക്രവർത്തിക്ക് കൊടുത്തത്. ആ പാവത്താന് ദൈവത്തിന്റെ കാര്യം, അദ്ദേഹം മഹാചക്രവർത്തി, പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു, പല കാര്യങ്ങൾ അറിയാമായിരുന്നു. യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവർ മലകളെ തമ്മിൽ ചോരാതവണ്ണം അടച്ചു നിർത്തുന്നു, പക്ഷെ എങ്കിലും ഞാൻ എവിടാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ബാബിലോണിൽ അതിഭയങ്കരമായ ഒരു തൂക്കുമല സൃഷ്ടിച്ച ലോകോത്തര അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റിയ അദ്ദേഹത്തിനും തനിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള അറിയത്തില്ല. ബ്രില്യൻ്റായ എഞ്ചിനീയർമാർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. നിലത്ത് തൊടാറ് ഉയർന്നു നിൽക്കുന്ന വനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണ എല്ലാ മരങ്ങളും ഭൂമിയിൽ നിന്നാണ് വളർന്നു പൊങ്ങുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ സൃഷ്ടിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വനങ്ങളൊന്നും നിലം തൊട്ടതല്ല. പകരം ഹാങ്ങിങ് ഗാർഡൻ, തൂങ്ങിക്കിടക്കുന്ന ആ വ്രതത്തിലായിരുന്നു അതിലുണ്ടായിരുന്ന എല്ലാ മരങ്ങളും. അങ്ങനെ ബുദ്ധി വൈഭവമുള്ള ആശയമുള്ള ഒരു രാജാവായിരുന്നിട്ടും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഏറ്റവും പ്രഗത്ഭമായ ഒന്ന് അദ്ദേഹം സൃഷ്ടിച്ചുവെങ്കിലും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്നാൽ ഭാവിയിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തൊന്നും അറിയത്തില്ല. അത് വെളിപ്പെടുത്തി കിട്ടിയപ്പോഴും അതിന്റെ അർത്ഥം അറിയാതെ അദ്ദേഹം പിന്നെ പരക്കം പായുകയാണ്. ഒന്നാമത് അദ്ദേഹം അത് മറന്നുപോയി. രണ്ടാമത് അദ്ദേഹം അർത്ഥത്തിന് വേണ്ടിയും സ്വപ്നത്തിന് വേണ്ടിയും വിളിച്ചു കൂട്ടിയ ആളുകളൊന്നും സാധാരണക്കാരല്ലായിരുന്നു. അത്യുഗ്രന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, മഹാമാന്ത്രികന്മാർ, അവരെ കൊണ്ടൊന്നും കഴിയാത്തതില്ല. ആ രാജ്യത്തിൽ ഇതുവരെ പിടിച്ചു നിന്ന ആളുകൾ, എന്തിനും ഏതിനും ആലോചന ചോദിക്കുന്ന, ഭാവി പറയുന്ന ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആരാഞ്ഞ് ആണ് കുറ്റിയടിച്ചപ്പോൾ ഈ മഹാവനത്തിന് ആ ഹാങ്ങിങ് ഗാർഡിന് തറക്കല്ലല്ലോ കുറ്റിയടിച്ച കാര്യം. ആ സമയത്ത് പില്ലറടിച്ചപ്പോഴും മഹാമാന്ത്രികരുടെയും കൽദയരുടെയും ശകുനവാദികളുടെയും ആലോചന പ്രകാരമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തനിക്കൊരു വിഷയം ഉണ്ടായപ്പോഴും ആദ്യം വിളിച്ചു കൂട്ടിയത് ഇവരെയൊക്കെ തന്നെയാണ്. അവരെല്ലാം നിസ്സഹായരായി കൈമലർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവലാതി വ്യവലാതി കൂടിയതേയുള്ളൂ. അദ്ദേഹം പിന്നെ ഒറ്റ കൽപ്പനയെ പിടിച്ചു, ഒറ്റ കാര്യം, എന്റെ ആ ഉത്തരം പറയാതെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട സ്വപ്നവും അതിന് വലിയൊരു അർത്ഥമുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയും, വീട് കുപ്പക്കുന്നാക്കിക്കളെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോളാം പറഞ്ഞു. അദ്ദേഹം കോപാകുലനായി മാറി വരാൻ പോകുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം സൗമ്യനായ ഒരു ദൈവദാസൻ, അതായത് ദാനിയേൽ, അദ്ദേഹത്തിനുള്ള അസരിയാവ്, മീശായേൽ, ഹനന്യാവ് എന്ന ദൈവദാസന്മാരുമായി അകത്തളങ്ങൾ ചെന്ന് പറഞ്ഞു, രാജാവേ നമോവകം, അങ്ങേക്ക് ദീർഘായുസ്സോടിരിക്കട്ടെ, ഞങ്ങൾ കണ്ടതെല്ലാം പറയാമെന്ന്. അദ്ദേഹത്തിന് താല്പര്യമായി, ഉത്സാഹമായി. അർത്ഥം മനസ്സിലായപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, കയറങ്ങടിച്ചു പറഞ്ഞു, വെരി ഗുഡ്, എന്റെ ഈ അരമനയിലുള്ള മറ്റുള്ളവരെ പോലല്ല, ഇവർക്ക് വ്യത്യസ്തതയുണ്ട്. ഈ 4 പേരെ നോക്കിക്കേ, ഒരു വ്യത്യസ്തരാണ്.
അവർ ഞാൻ കണ്ട സ്വപ്നവും പറഞ്ഞു, അതിൻ്റെ അർത്ഥവും പറയുക. വെരി ഗുഡ്. അവർ ശ്ലാഘിക്കപ്പെട്ടു. ദാനിയേൽ രണ്ടാമനായി ആ സ്ഥാനത്ത്, ആ രാജ്യത്തിന്റെ ബാബേൽ സംസ്ഥാനത്തിന്റെ രണ്ടാമനായി ഉയർന്നു. രാജാവ് കഴിഞ്ഞ അടുത്ത ആൾ ദാനിയേലായി. ദാനിയേലിന്റെ ശുപാർശ പ്രകാരം അദ്ദേഹത്തിന്റെ കൂടെ പ്രാർത്ഥനയിൽ സഹകരിച്ചവരായിരുന്ന അസരിയാവോ, മീശായേൽ, ഹനന്യാവ്, ഈ പദങ്ങളുടെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം, അവരെ കൂടെ ആഡ് ചെയ്തു. ആ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് നന്മയ്ക്കും വേണ്ടി അവർ അഹോരാത്രം പണിയെടുത്തു. അങ്ങനെ രാജാവ് അർത്ഥം കിട്ടി, ദൈവമാണ് ദൈവം, അതായത് ദാനിയേലിന്റെ ദൈവമാണ് ദൈവമെന്നും ഞാൻ ഈ തീറ്റിപ്പോരുന്ന കൽദയരുടെയും ശകനവാദികളുടെയും എന്റെ മുമ്പിലിരിക്കുന്ന ദൈവം ദൈവമല്ലെന്ന് വളരെ വ്യക്തമായി നെബൂഖദ്നേസർ ചക്രവർത്തിക്ക് ബോധ്യമായി. പക്ഷേ അത് ലഭിച്ചിട്ടും അദ്ദേഹം അതിനകത്ത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിനെ അവിടെ മുതൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. അവിടെ മുതൽ മഹാദൈവത്തെ ആരാധിക്കുവാൻ നെബൂഖദ്നേസർ താല്പര്യപ്പെട്ടില്ല. നെബൂഖദ്നേസർ രാജാവ്, ചക്രവർത്തിയായവൻ ദൈവത്തെ ഭയപ്പെട്ടില്ല, മറിച്ച് പിന്നെ തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട്. 4-ാം അധ്യായം നമുക്ക് അവിടെ നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3 മുതൽ അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവന്റെ രാജ്യത്വം എന്നേക്കും രാജ്യത്വം, അവന്റെ ആധിപത്യവും തലമുറയായുള്ളതും ആകുന്നു. ആദ്യം ദൈവത്തെ പറഞ്ഞത്, ഇതിപ്പോ ഏത് ദൈവത്തെയാന്ന് അറിയേണ്ടത്. ദൈവത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുവെങ്കിലും അതിന്റെ 1 മുതൽ വായിച്ചാൽ, നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലെ പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച, അപ്പൊ ദൈവത്തെ കുറിച്ച് തന്നെ, എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് നെബൂഖദ്നേസർ രാജാവിന് ബോധ്യമായി. നെബൂഖദ്നേസർ രാജാവ് ബോധ്യമായ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുഭവങ്ങൾ പ്രസിദ്ധമാക്കുന്നത് നന്നെനിക്ക് തോന്നുന്നത് സാക്ഷി പറയുക. ഇപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സഭായോഗത്തിന് വന്നതുപോലെ സഭായോഗങ്ങളിൽ സാക്ഷി പറയുന്ന സാക്ഷ്യമാണ്. പ്രസിദ്ധമാക്കുന്നത് നന്നെനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്, രാജ്യത്വം ഒരു ആധിപത്യവും തലമുറയായുള്ളതുമാകുന്നു. അങ്ങനെ ദൈവത്തെക്കുറിച്ച് വലിയ കാര്യം പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഈ സാക്ഷി പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞതുപോലെ അല്ല പിന്നെ നെബൂഖദ്നേസർ രാജാവ് ജീവിച്ചത്. വൻകാര്യങ്ങളൊക്കെ സാക്ഷി പറഞ്ഞത്. ഇന്ന് പലരും സഭായോഗത്തിൽ സാക്ഷി പറയുന്ന പോലെ, പക്ഷെ ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് തന്നെയാണ് വിഷയം വിട്ടു പോലെ. ഇത് തന്നെയാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ചെന്നാൽ, ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏലിയുടെ മുമ്പിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു. ഏലിയുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെയാണ്. ഏലി എന്ത് പറയുമോ അതനുസരിക്കും. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരും, പാടാൻ പറഞ്ഞാൽ പാടും, പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ വായിക്കും. ഇതെല്ലാം ഏലി പുരോഹിതൻ എന്ത് കമാൻഡ് ചെയ്യുന്നോ അതെല്ലാം ഒരു റോബോട്ടിനെ പോലെ ശമൂവേൽ അനുസരിച്ചു വന്നു. ദൈവത്തിനാണ് ശുശ്രൂഷ. അവിടേക്കും ദൈവത്തെ ശുശ്രൂഷിച്ചു വന്നാണ്. 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ദൈവത്തിനാണ്. എന്നാൽ അതിന്റെ 7-ാമത്തെ വാക്യം, ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. ശുശ്രൂഷ ആർക്കാ? യഹോവയ്ക്കാ. പക്ഷെ ദൈവത്തെ അറിയത്തില്ല. ശുശ്രൂഷിക്കുന്ന ദൈവത്തെയാണ്, ഏലിയുടെ മുൻപാകെയാണെന്നുള്ളത്. അപ്പൊ ഏലി എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് ശമൂവേൽ ചെയ്യുന്നു എന്നല്ലാതെ അതിന് കാരണക്കാരനായ ആ ദൈവവുമായിട്ട് ശമൂവേൽ ബാലന്റെ ബന്ധമൊന്നുമില്ല.
പിന്നെ ശൗമേൽ ബാലനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവൻ ബാലനായിരുന്നു. അപ്പോൾ ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞൊന്നുമില്ല. പിന്നെ അതൊട്ട് അറിയാനായിട്ട് താല്പര്യപ്പെട്ടില്ല. അപ്പച്ചൻ എന്തോ പറയുന്നു, ഏലി പുരോഹിതൻ, ഇപ്പോഴാണെങ്കിൽ അങ്കിൾ, ഏലി അങ്കിൾ എന്ത് പറയുന്നു അതനുസരിച്ച് ഈ ബാലകൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷെ യഹോവയ്ക്കാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം, യഹോവയെ അറിയത്തുമില്ല, വചനപ്പെട്ട് വെളിപ്പെട്ടുമില്ല, എങ്കിലും ശുശ്രൂഷ തകൃതിയായി നടക്കുക. ഇന്ന് പലരും അങ്ങനെ തന്നെയാണ്. അനേകരുടെ പക്കൽ ശുശ്രൂഷയുണ്ട്, പക്ഷെ ദൈവത്തെ അറിയത്തില്ല, ദൈവം ആരാണെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളുടെ കർത്തദാസൻ പറയാമായിരുന്നു, 2 തരത്തിൽ വിളിയുണ്ട്. ദൈവം വിളിച്ചിറക്കിയവരുണ്ട്, മറ്റൊന്ന് ദൈവമേന്ന് വിളിച്ചിറങ്ങിയവർ. ശുശ്രൂഷകന്മാരുടെ സമ്മേളനത്തിൽ ഞാൻ മുൻ സെൻട്രൽ ശുശ്രൂഷ പാസ്റ്റർ TC ജോഷി അവർ, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ട ദൈവദാസൻ പറഞ്ഞതാണ്, ദൈവം വിളിച്ചിറക്കിയവരുണ്ട്, അവർ ദൈവം പറയുന്നതനുസരിക്കും. അവർ പരിഭവം പറയാറില്ല, ആവലാതി പറയാറില്ല, കണക്ക് ചോദിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തായോ എന്ന് പറയാറില്ല, റിപ്പോർട്ടും കൊണ്ട് നടക്കാറില്ല. മറിച്ച് അവർക്കറിയാം അവരെ ദൈവമാണ് വിളിച്ചത്. പിന്നെ ഒരു സെറ്റപ്പിന് സെൻറ്ററും കൂട്ടായ്മയും ഒരു കൂട്ടായ്മയും പ്രസ്ഥാനമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതേ ഉള്ളൂ. എങ്കിൽ അതിനകത്ത് അപ്പുറത്ത് അവർക്കറിയാം എന്നെ സെൻറ്റർ അല്ല വിളിച്ചത്, പ്രസ്ഥാനമല്ല എന്നെ വിളിച്ചത്, മറിച്ച് എന്നെ ദൈവമാണ് വിളിച്ചത്. അതുകൊണ്ട് ആഴ്ച സെൻട്രൽ പാസ്റ്റർ എടുത്ത് ചെന്ന് വാടക ചോദിക്കാൻ പോകത്തില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് ചോദിക്കാൻ സെൻട്രൽ പാസ്റ്റർ എടുത്ത് പോകത്തില്ല, അരിയില്ല, തുണിയില്ല, മണിയില്ല, ഇത് പറഞ്ഞ് സെൻട്രൽ പാസ്റ്റർ എടുത്ത് പോകത്തില്ല. കാരണം അവനറിയാം എന്നെ ദൈവമാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ മനസ്സിലാക്കുന്ന ദൈവം വിളിച്ചിറക്കിയവരെയും ദൈവമേന്ന് വിളിച്ചിറങ്ങിയവരെയും എനിക്കറിയാം. കാരണം എന്നോടൊപ്പം ദൈവം വിളിച്ചിറക്കിയവരാരും എൻ്റെ അടുത്ത് പരിഭവമായി വന്നിട്ടില്ല, സ്തോത്ര കാഴ്ച കുറഞ്ഞു പോയി പറഞ്ഞിട്ടില്ല, ദശാംശം തരുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവർക്ക് കിട്ടിയെങ്കിൽ സ്തോത്രം, കിട്ടിയില്ലെങ്കിൽ സ്തോത്രം. എന്നാൽ ദൈവം വിളിച്ചിറക്കാതെ ദൈവമേന്ന് വിളിച്ചിറങ്ങിയവരുണ്ട്. അവർ കൃത്യമായിട്ടും വന്ന് വാടക ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ സ്കൂളിന് ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സഭയിൽ വിശ്വാസികൾ ശരിയില്ലെന്ന് പറയുന്നുണ്ട്, വാടക തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ്, ദൈവം വിളിച്ചിറക്കിയവൻ. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവത്തെ പ്രസംഗിക്കുന്നത്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്, ദൈവം നീതിമാനാണെന്ന്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമില്ലാതെ പ്രസംഗിക്കുക. അത് തന്നെയാണ് ശമൂവേൽ ബാലനാണ്. പക്ഷെ ബാലനായിരുന്നു, ഏരിയുടെ മുൻപാകെ ശുശ്രൂഷിക്കുന്നുവെങ്കിലും ദൈവത്തെ അറിയത്തില്ല. യഹോവയുടെ വചനമിട്ട് അവന് വെളിപ്പെട്ട് വന്നിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ അപ്പച്ചൻ ഏലി പുരോഹിതൻ ശമൂവേൽ ബാലന് ഒരു സൺഡേ സ്കൂൾ കൊടുത്തില്ല, ന്യായപ്രമാണം വെളിപ്പെടുത്തി കൊടുത്തില്ല, വചനം പറഞ്ഞു കൊടുത്തില്ല. മോനെ, ഈ പ്രസംഗിക്കുന്നത്, നീ എൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നത്, ഈ കാണാത്ത ദൈവത്തുമ്പാ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, അദൃശ്യനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ആലയമാണ്. ഇവിടെ 3 സ്ഥലങ്ങളുണ്ട്. 3 സ്ഥലങ്ങളുണ്ട്. അന്ന് യെരൂശലേം ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. 3 സ്ഥലങ്ങളുണ്ട്. ഇത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തില്ല. മറിച്ച് വന്നവൻ പോലെ പറഞ്ഞ് കുഞ്ഞെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. ഇവൻ സഞ്ജീവ് ബാഗൊക്കെ എടുത്ത് അപ്പച്ചൻ പറഞ്ഞ കത്തിയും കൂടുമൊക്കെ എടുത്ത് പുറകെ അടക്കുക. ഓക്കെ പോട്ടെ, ഞാൻ നല്ല വിഷയം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ നെബൂഖദ്നേസർ രാജാവിന് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത് മറ്റാർക്കും ഇല്ലാത്തതുപോലുള്ള വലിയ കാര്യം വെളിപ്പെട്ട് കിട്ടിയെങ്കിലും ഈ നെബൂഖദ്നേസർ രാജാവിന് വലിയ കാര്യം പറയാനുണ്ട്. എന്നെ അത്ഭുതമായ ദൈവം നടത്തി, അതിശയമായി നടത്തി എന്നൊക്കെ പറയും, നമ്മൾ പലരും പറയുന്ന പോലെ. എനിക്ക് സഭായോഗത്തിനാണ് കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് നന്ദി, തുടർന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇരുന്നു. അടുത്ത് പറഞ്ഞു, കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, എന്നെ വിളിച്ച നാൾ മുതൽ ഇന്നോളം കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തയാൾ എഴുന്നേറ്റപ്പം പറഞ്ഞു, എന്നെ വിളിച്ച നാൾ മുതലല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം ഈ കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു. ഇത് സഭായോഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരാൾ കഴിഞ്ഞ ആഴ്ചത്തെ പറഞ്ഞപ്പോൾ ഒരാൾ അടുത്തയാള് വിളിച്ച കാലം, രക്ഷിക്കപ്പെട്ട കാലത്തെ ഹാഷി പറഞ്ഞത്. അപ്പൊ അടുത്തയാൾ അതിനെ കടത്തി വെട്ടി അമ്മയുടെ ഗർഭം മുതലേ ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുക. ഈ പറച്ചില് ഹോളിനകത്തല്ലാതെ വെള്ളം കോരുന്നിടത്തുന്നവർ പറഞ്ഞിട്ടില്ല, ബസ് യാത്രക്കാരോട് പറഞ്ഞിട്ടില്ല, വഴിയിൽ കണ്ട ഒരാൾ പറഞ്ഞിട്ടില്ല, കൂടെ ജോലി ചെയ്യുന്നവരോടോ സഹപാഠികളോടോ
അയൽവാസികളോടോ ബന്ധുക്കളോടോ ചാർച്ചക്കാരോ എന്തിനേറെ സ്വന്തം അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല സ്ഥാനപ്പെട്ട കാര്യം. എങ്കിൽ സഭായോഗത്തിന് പറയുന്നുണ്ട് ദൈവം എനിക്ക് വലിയവരും നല്ലവനാണ്. അത് തന്നെയല്ലേ ഇതാ നോക്കുക, നമ്മളിൽ പലർക്കും നിദർശനമായി നിൽക്കുകയാണ് നെബൂഖദ്നേസർ രാജാവ്. അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസിദ്ധമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവോന്മുഖമായി വന്നുവെങ്കിൽ, ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ, ദൈവത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെയായിത്തീർന്നേനെ? അതിന് വ്യത്യസ്തമായൊരു ഉദാഹരണമാണ് ബുദ്ധൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം കൊട്ടാരത്തിൽ വളർന്നവനാണ്. കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും എല്ലാവിധമായതും സന്തോഷത്തോടെ അനുഭവിച്ചു വന്ന കുഞ്ഞിൻ്റെ അകത്ത് ഉണ്ടായ ചിന്താഗതികൾ അവനെപ്പോഴും ഭാരത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. കൊട്ടാരത്തിനകത്ത് നർത്തകിമാരുണ്ട്, സ്വാദിഷ്ടമേറിയ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, മുടന്തനും കുരുടനും ഒന്നും ആരുമില്ല, വികലാംഗന്മാരില്ല, എല്ലാം വെരി ഗുഡ്, വളരെ വളരെ നന്നായിരിക്കുന്ന കാര്യം മാത്രമേ കൊട്ടാരത്തിൽ കാണുന്നുള്ളൂ. അശുഭകരമായ അസുഖകരമായ ഒന്നും ഇവന്റെ കണ്ണെടുത്ത് വരാൻ രാജാവ് സമ്മതിച്ചിട്ടില്ല. ഇവനിൽ വ്യത്യാസം പിതാവ് നേരത്തെ കണ്ടു. അതുകൊണ്ട് അല്പം കൂടെ അവന് പൊക്കോട്ടെ, അവൻ അത് ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ പാപത്തിലേക്ക് പ്രവേശിച്ചില്ല. കൊട്ടാരത്തിലെ ഇമ്പങ്ങളായ സ്ത്രീകളുടെ പുറകെ ഈ രാജകുമാരൻ പോകുന്നില്ല. അന്യ സ്ത്രീകളുമായി അവൻ ബന്ധപ്പെടുന്ന ആ തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകാത്തത് കണ്ടപ്പോൾ രാജാവും റാണിയും അവനൊരു ഭാര്യയെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയെങ്കിലും ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ അവനിൽ തന്നെ ഉള്ളതല്ലാതെ മറ്റൊരു തലത്തിലേക്ക് പോകുവാൻ ആവശ്യമാണത്. ആ ഒരു വഴി രാജാവും റാണിയും വെച്ചു കൊടുത്തുവെങ്കിലും, വിവാഹിതനായെങ്കിലും അതിനകത്തും അവനൊരു സാഹചര്യം കണ്ടില്ല, ഒരു സന്തോഷം. അതിന് കാരണം ചില നാൾക്ക് മുമ്പ് കൊട്ടാരത്തിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കുരുടനെയും മുടന്തനെയും രോഗമുള്ളവരെയും ഇല്ലാത്തവരെയും കണ്ടപ്പോൾ അവൻ്റെ കാര്യം മനസ്സിലായി. എൻ്റെ പിതാവ് കൊട്ടാരത്തിനകത്ത് ബഹുസുഭിക്ഷതയാണ്, മുടന്നും ചതവുള്ളവരാരുമില്ല, എല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ ഈ സുഭിക്ഷതയും ഈ സമൃദ്ധിക്കും അപ്പുറത്തൊരു ദാരിദ്ര്യം കൊട്ടാരത്തിന് പുറത്തുണ്ടെന്നും, ഇവിടെ എല്ലാവരും സുഖത്തോടായിരിക്കുമ്പോൾ അസുഖം പിടിച്ചവർ പുറത്തുണ്ടെന്നും ക്ലേശിക്കുന്നവരും ഖേദിക്കുന്നവരും കൊട്ടാരവളപ്പിന് പുറത്തുണ്ടെന്ന് രാജകുമാരന് ബോധ്യമായി. അതുകൊണ്ട് അവന് വിവാഹ ജീവിതം സന്തോഷമായില്ല. ഒരുപക്ഷെ രാജാവ് ആ കുഞ്ഞിൻ്റെ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മനസ്സറിഞ്ഞ് തൻ്റെ അകത്തളങ്ങളിൽ സമൃദ്ധിക്ക് സന്തോഷത്തിന് കൂടുതൽ പണം ചെലവിട്ടത്, ആ ചെലവിട്ട പണം കൂടെ പുറത്തേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തൊരു വല്ലാത്തൊരു മതം ഉണ്ടാകത്തില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ മറ്റൊരു രാഷ്ട്ര നേതാവ് വന്നപ്പോൾ നമ്മുടെ നാടിന്റെ ഇല്ലായ്മ കാണാതിരിക്കാൻ വൻമതിൽ കെട്ടിയതുപോലെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദാരിദ്ര്യം ലോകം കാണാതിരിക്കാൻ വൻമതിൽ കെട്ടിയതുപോലെ, അന്നത്തെ രാജാവ്, ഈ പ്രിയ ബുദ്ധനായിത്തീർന്ന സിദ്ധാർത്ഥന്റെ പിതാവും രാജാവും, അതിന്റെ പിൻബലമായി ഇന്നും നമ്മൾ കാണുന്നത്, പിന്തുടർച്ചക്കാരായി ഇന്നും ഭരിക്കുന്നത്. അവർക്ക് സഞ്ചരിക്കുവാൻ രാജകീയ വാഹനങ്ങളും കോടികളുടെ വാഹനങ്ങളും ഉദ്യാനങ്ങളും ലക്ഷങ്ങളുടെ വസ്ത്രങ്ങളും ഒക്കെ അവർ ധരിക്കുമ്പോൾ അവരാക്കി വച്ചിരിക്കുന്ന രാജ്യത്തിലെ പൗരന്മാർ പട്ടിണിക്കോലങ്ങളും ദരിദ്രരും വീടില്ലാത്തവരുമായി കഴിയുമ്പോൾ ഇവർ കോടികളുടെ സമുച്ചയങ്ങളിൽ വാഴുകയാണ്. പറഞ്ഞു വന്നത്, ആ രാജകുമാരന്റെ ജീവിതത്തിൽ ആ അപ്പൻ, എന്താ മോനെ നിന്റെ വിഷയം, നമ്മൾ എന്താ കണ്ടത്? അങ്ങനെയെങ്കിൽ ആ അപ്പൻ, രാജാവ്, ചക്രവർത്തി, അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രജകളുടെ ഉന്നമനത്തിനു വേണ്ടി പണം ചെലവഴിക്കുകയും അങ്ങനെ ഒരു പരിധി വരെയെങ്കിലും, എല്ലാത്തിലെങ്കിലും ഒരു 90%
തൻ്റെ സമ്പാദ്യം ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ദാരിദ്ര്യം കൂടാതെ വളർത്തുകയും നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന് ഒരു വല്ലാത്ത മതമുണ്ടാകത്തില്ലായിരുന്നു. ബുദ്ധമതം എന്ന് പറഞ്ഞ മതം ഉണ്ടാകുകയില്ലായിരുന്നു. പകരം ആ രാജാവ് നമ്മുടെ ഇന്നത്തെ കാൽപ്പനിക നേതാക്കന്മാരെ പോലെ മതില് കെട്ടി ദാരിദ്ര്യവും ഇല്ലായ്മയും കാണാതിരിക്കാൻ, പുറം ലോകം അറിയാതിരിക്കാൻ മതില് കെട്ടി മറച്ചതുപോലെ ആ രാജാവും, ബുദ്ധിശൂന്യനായ രാജാവും മതില് കെട്ടി എന്ന് പറഞ്ഞാൽ ഈ മകനെ സകലതും മാറ്റി നിർത്തി പിന്നെ കൊട്ടാരത്തിനകത്ത് സുഖലോലുപത വർദ്ധിക്കുകയാണ്. നർത്തകിമാർ, സുന്ദരിമാരായ നർത്തകിമാരുടെ എണ്ണം വർദ്ധിച്ചു, ചെണ്ടമേളക്കാരുടെ എണ്ണം വർദ്ധിച്ചു, നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദൂർന്നതും മണമേറുന്നത് ഭക്ഷണപദാർത്ഥങ്ങളുടെ എണ്ണം കൂട്ടി, വലിപ്പം കൂട്ടി, വസ്ത്രങ്ങളുടെ എല്ലാം വർണ്ണാശോഭ ആ അനുഭവം എല്ലാം വർദ്ധിച്ചു. ഇതെല്ലാം പുറത്തെത്തിച്ചിരുന്നെങ്കിലോ? ഈ രാജാവ് ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും ഇതെല്ലാം എനിക്ക് പ്രസിദ്ധമാക്കാൻ നന്നും തോന്നി. ഇത് പ്രസിദ്ധമാക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്ത് നന്മയുണ്ടായി? ഇത് അനുഭവിക്കുന്നവർക്ക് എന്ത് നന്മ? ഈ കേട്ടവർക്ക് എന്ത് നന്മയുണ്ടായി? ഈ രാജാവ് പിന്നെ കുറ്റകൃത്യങ്ങളിലേക്കും ഹൃദയ കാഠിന്യത്തിലേക്കും പോകുന്നതല്ലാതെ ദൈവത്തോടടുത്തുവെങ്കിൽ ദൈവോന്മുഖമായി വന്ന ദൈവത്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ മനുഷ്യരെ ആ തരത്തിൽ ചിന്തിക്കുവാനും കാണുവാനും കഴിയുന്നില്ല. പിന്നെ ഏതാനും ചില അപ്പകഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദേശം മുഴുവൻ നശിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇത് നമ്മുടെ ദേശത്ത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളത്തിൽ വെള്ളപ്പൊക്കം കൂടുകയാണ്. ഞാൻ വിഷയം വിട്ടു പോകുകയല്ലേ, പറഞ്ഞുവല്ലോ. ഇന്ന് ക്രിസ്തുവാകുന്ന പാറയെ സംസാരിക്കുവാനാണ് എൻ്റെ ഹൃദയം താല്പര്യപ്പെടുകയും ഞാൻ അതിനുവേണ്ടിയാണ് നോട്ടുമായി ഇരുന്നത്. പക്ഷെ ആ ഭാഗത്തൊന്ന് ദൈവാത്മാവിനെ വ്യതിചലിപ്പിക്കുന്നതോട് ഞാൻ അതിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പലരുടെയും, പരിസ്ഥിതിവാദികളുടെയും പലരുടെയും നല്ലൊരു ശതമാനത്തിൻ്റെയും അഭിപ്രായം അനുസരിച്ച് നമ്മുടെ നദികളിലും ഡാമുകളിലും കിടക്കുന്ന മണല് പുറത്തു പോകുന്നില്ല, അതും എടുക്കുന്നില്ല. അതുകൊണ്ട് മഴയിൽ പെയ്യുന്ന വെള്ളം സംഭരിച്ച് നിർത്തുവാൻ സാധിക്കുന്നില്ല. പെരുമഴയത്ത് ഡാം തുറന്നു വിടും. പെരുമഴയുടെ വെള്ളവും അതിന് മുകളിൽ കെട്ടിക്കിടന്ന വെള്ളവും പിന്നെ ഒഴുകി വരുന്ന വെള്ളവും കൂടെ ആകുമ്പോൾ പിടിച്ചാൽ കിട്ടാത്ത പോലായി പല പ്രാവശ്യം ഇപ്പോൾ കേരളം വെള്ളത്തിൽ മുങ്ങുക. ഇതിനെല്ലാം ഒരു കാരണം ഈ മണലെടുത്ത് പെരപണിയാൻ അനുവദിക്കാതെ സ്വന്തം പറമ്പിലും വനമേഖലയിലുമുള്ളതായ പാറകൾ ഖനനം ചെയ്ത് അത് പൊടിച്ച് മണലാക്കി വിറ്റ് കോടികൾ നേടുന്ന മാഫിയകളുടെ അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥന്മാരുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് ഭരണകൂടം അവർ തരുന്ന പണം വാങ്ങി താഴേക്കിടയിലുള്ള വില്ലേജ് ഓഫീസിൽ തുടങ്ങി, പോലീസ് സ്റ്റേഷൻ തുടങ്ങി, വനം ഫോറസ്റ്റുകാരുടെ ആയതുകൊണ്ട് ഫോറസ്റ്റുകാർക്ക് തുടങ്ങി, അത് ആ താഴെ തട്ടി തുടങ്ങി ചീഫ് സെക്രട്ടറി വരെ, അതിനപ്പുറത്ത് മന്ത്രിതലത്തിൽ ഇവരെല്ലാം ഇതിന്റെ പങ്ക് പറ്റുന്നതുകൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ ദുഃഖത്തിലും ഭാരത്തിലുമാണ്. അപ്പോൾ തന്നെ ഇവർ ചില്ലറ നന്മകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ക്വാറികളുള്ള സ്ഥലത്ത് റോഡൊക്കെ നന്നാക്കി കൊടുക്കുന്നു. ആരെങ്കിലും ആവശ്യമായി ചെന്നാൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ മണലും ചല്ലിയും അവർക്ക് മെറ്റിലും പാറയും കൊടുക്കുന്നുണ്ട്. വീട് വെച്ചു കൊടുക്കുന്നു, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നു, പിന്നെ എന്തെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ല കൊടുക്കുന്നു, ഒരു ക്യാൻസർ രോഗികൾ കൊടുക്കുന്നു, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ചുറ്റുമുള്ളതായ സ്ഥലങ്ങൾ മുഴുവൻ മേടിച്ചു കൂട്ടിയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം പുറത്താക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വലിയ ശമ്പളം കൊടുത്ത് അതിലൂടെ കൂടുതൽ അതിൽ നേടുതൽ ഒരു കൂട്ടം പതാരം കൊടുക്കുന്നത് പോലെ പോലീസിനും പട്ടാളത്തിനും കോടതിക്കും എല്ലാം എവിടെയൊക്കെ കൊടുക്കാമോ അവിടെല്ലാം കൊടുത്ത് അവർ ജീവിക്കുക. പക്ഷെ ഇത് ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ദ്രോഹം വലുതാണ്. ഇത് തന്നെയാണ് നെബൂഖദ്നേസർ രാജാവ് പറയുന്നത്. ദൈവം എനിക്ക് ചെയ്ത പ്രവൃത്തി വലുതാണ്, ദൈവം എനിക്ക് ചെയ്ത നന്മ വലുതാണ്, അത് പ്രസിദ്ധമാക്കുന്നത് നല്ലതെനിക്ക് തോന്നി. ദാനിയേലിന്റെ പുസ്തകം 4-ാമത്തെ വാക്യത്തിലാണ് അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത്, അതൊന്ന് പരസ്യമാക്കുന്നത്. എനിക്കൊന്ന് ആദ്യമായിട്ട് ട്രാക്ട് അടിച്ചു കൊടുത്തത് ഇദ്ദേഹമായിരിക്കും. മൈക്ക് വെച്ച്
സാക്ഷ്യം പ്രസ്താവിച്ചത് ഇദ്ദേഹമായിരിക്കും. അതിന് മുമ്പേ ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം. എന്നാൽ ഞാൻ പറയാണ് എത്ര വലുതാണ്. എന്നാൽ അടുത്ത കാര്യം പറയുമ്പോഴത്തേക്കാണ് നമുക്കെല്ലാം ചിന്തനീയമായിരിക്കുന്നത്. അവന്റെ രാജ്യത്വം തലമുറയായും ആകുന്നു. എന്നിട്ട് പറയാം, നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈരമായും എന്റെ രാജധാനി സുഖമായി വസിച്ചിരിക്കുമ്പോൾ പിന്നെയും ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുകയാണ്. രാജാവ് എങ്ങനെയാ കഴിയുന്നത്? രാജാവ് കഴിയുന്നത് ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും. കാരണം അരമനയ്ക്കകത്ത് കയറി ഇദ്ദേഹത്തെ വെട്ടാൻ ആരും ചെന്നിട്ടില്ല. ഇദ്ദേഹത്തെ പിടിച്ചു തള്ളാനും ഇദ്ദേഹത്തിന്റെ സിംഹാസനം മറിച്ചിടാനും ആരും അവിടെ ചെന്നില്ല. അദ്ദേഹത്തിനെതിരെ ആരും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ല. അദ്ദേഹത്തെ ആരും ഇംപീച്ച് ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വൈരമായിരിക്കുകയാണ്. സ്വൈരക്കേടുണ്ടാക്കുന്ന ഒരു വിഷയവും അദ്ദേഹത്തിനില്ല. കാരണം കടക്കാരൻ പിരിക്കാൻ വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്നാണെങ്കിൽ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ വാഹനങ്ങളാണല്ലോ, ഔഡി ഉൾപ്പെടെയുള്ള കാറുകൾ. ഇന്ന് അത് ജപ്തി ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടുപാതക്ക് നിൽക്കുമ്പോൾ രാജാവിന്റെ ഒരു കുതിരയെ ജപ്തി ചെയ്യാൻ പോലും ആളില്ല. ആരെങ്കിലും ജപ്തി ചെയ്യാൻ വരുമ്പോഴേ സ്വൈരക്കേടുള്ളൂ. അദ്ദേഹം മഹാരാജാവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികൾ മത്സരിച്ചിരിക്കുക. കാരണം രാജാവാ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി അവൾക്ക് 10 വർഷമായിട്ടും അവളുടെ ആ ഡോക്ടറേറ്റ് അവളുടെ പ്രൊജക്ട് പൂർത്തിയാക്കാതെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വാർഗ കിടക്കുക. ആ യൂണിവേഴ്സിറ്റിക്കാരും വിദ്യാഭ്യാസമില്ലാത്തതും എംഡിറ്റോ എനിക്കറിയത്തില്ല കേട്ടോ, അതുപോലെ ഡിഗ്രി കൊടുക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ ക്യൂ നിൽക്കുക. കാൽപ്പനികമായ ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികൾ മത്സരിച്ച് നിൽക്കുമ്പോൾ പഠിച്ച് വന്നവർക്ക് ഡോക്ടറേറ്റ് ഇല്ലാതെ വഴി കിടക്കുക. ഈ പറഞ്ഞത് ഞാൻ സ്വൈരമായിരിക്കുന്നു. രാജാവിന് എന്നെ സ്വൈരക്കേട്. അദ്ദേഹത്തിന് ഡിഗ്രി ആരും കൊടുക്കാതിരുന്നില്ല. അദ്ദേഹത്തിന്റെ വസ്തു ആരും ജപ്തി ചെയ്യാൻ ചെന്നില്ല. അദ്ദേഹത്തിന്റെ മക്കൾക്ക് പ്രശ്നമില്ല. ആർക്കും അദ്ദേഹം സ്വൈര്യമായിരിക്കുക. അതേപോലെ വളരെ ഞാൻ വളരെ സുഖമായിട്ടിരിക്കുക. രാജാവെ, നീ സുഖമായിരിക്കുമ്പോൾ നിന്റെ പ്രജകൾ എങ്ങനെ ഇരിക്കുന്നു? രാജാവെ, അങ്ങ് അരമനയിൽ സ്വൈര്യമായി വസിക്കുമ്പോൾ അങ്ങയുടെ പ്രജകൾ എവിടെ? ഈ പറയപ്പെട്ട പെൺകുട്ടി അവിടെ PhD പൂർത്തീകരിക്കുക 10 കൊല്ലമായിട്ട് പൂർത്തീകരിക്കാനാകാത്ത PhD കിട്ടാത്തതുകൊണ്ട് വഴി കിടക്കുമ്പോൾ അതിന്റെ അധികാരികൾ ഇന്നലെ രാത്രിയിൽ വീട്ടിൽ കിടക്കുക. അപ്പൊ പലരും സ്വൈര്യമായി അവരുടെ വീടുകളിലും തറവാടുകളിലും സ്ഥാനങ്ങളിലും മാനങ്ങളിലും സ്വൈര്യമായിരിക്കുമ്പോൾ അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ അണികൾ എവിടെ ഇരിക്കുന്നു? രാജാവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വൈര്യമായിട്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ സുഖമായിരിക്കുമ്പോൾ അണികൾ എവിടെ? നേതൃത്വത്തിൽ ഇരിക്കുന്നത് സ്വൈര്യമായി വസിക്കുമ്പോൾ അണികൾ എവിടെ? നോക്കുക, അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വൈര്യമായും എന്റെ രാജധാനി സുഖമായി വസിക്കുകയാണ്. രാജധാനി സുഖമായി വസിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആരും നിമിത്തം ഭയപ്പെട്ടു. കിടക്കയിൽ എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ട് സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെ എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. നോക്കുക, ഇദ്ദേഹത്തിന് ശകലമെങ്കിലും ബോധം തരുമ്പെങ്കിലും വെളിവുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് സമാനമായൊരു വിഷയം, സ്വപ്നത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ ആ സ്വപ്ന വിഷയത്തിന്മേൽ സ്തോത്രം തനിക്ക് അർത്ഥം പറഞ്ഞു തരാൻ കൽദിയർക്കോ മന്ത്രവാദികൾക്കോ ജ്ഞാനികൾക്കോ അവിടുത്തെ PhD-കാർക്കോ ആർക്കും സാധിച്ചില്ല. സാധാരണക്കാരുടെ അടിമയായിരുന്ന ഇസ്രായേൽ ബാലന് സാധിച്ചുവെങ്കിൽ അവൻ ഇന്നെ രാജ്യത്തിലെ വലിയ ആളാണ് എന്നുള്ള പറഞ്ഞാൽ ദാനിയേലിനെ അവിടെ അവരോധിച്ച ശേഷം പിന്നെ രാജാവ് ആ വഴിക്ക് പോയിട്ടില്ല. ദാനിയേലുമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ദാനിയേലുമായിട്ടൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ബിക്കോസ് ദാനിയേലിനെ മറന്നു. ദാനിയേലിനെ പിന്നെ ആവശ്യമില്ല. പക്ഷെ ഇപ്പം സ്വപ്നം വീണ്ടും കാണുക. അപ്പൊ സ്വപ്നം കണ്ടപ്പോഴും ദാനിയേലിനെ അല്ല അന്വേഷിച്ചത്, കൽദയരെ അന്വേഷിക്കുന്നത്, അതായത് മന്ത്രവാദികളെ. പ്രിയമുള്ളവരെ, നമുക്കൊരാവശ്യം ഉണ്ടായാൽ നമ്മളെ ഒരു പ്രാവശ്യം ഒരാൾ സഹായിച്ചുവെങ്കിൽ അടുത്ത പ്രാവശ്യം നിശ്ചയമായിട്ട് അവരെ അന്വേഷിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. അതിലെ മൂത്ത മകനെ വിദേശത്തേക്ക് പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ബാങ്കുകാർ ലോൺ തന്നില്ല. അപ്പം പിന്നെ കിട്ടിയെങ്കിലും ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായി. അതുപോലെ കടം വാങ്ങിക്കാതിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ, എൻ്റെ ഭാര്യയുടെ ഒരു കസിൻ, കുഞ്ഞമ്മയുടെ അല്ലെങ്കിൽ വലിയമ്മയുടെ മകൻ വന്നപ്പോൾ അദ്ദേഹം പ്രായമുള്ള മനുഷ്യൻ, പെൻഷനായുള്ള അദ്ദേഹം വന്നു വെച്ചു, മോളെ
നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം വെച്ചു എന്നെ വിളിച്ചു, എന്താ ഇവള് വിഷമിച്ച? നീ വിഷമിച്ചാണല്ലോ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞങ്ങൾ സുഖമായിരിക്കുന്നത്. അല്ലല്ല നിങ്ങൾ അദ്ദേഹം അർത്ഥം ഒരു സമുദായക്കാരൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുറമേ സന്തോഷം സുഖം എന്ന് പറഞ്ഞു, നിങ്ങളുടെ അകത്ത് വേദനയുണ്ടല്ലോ മക്കളെ എന്ന് പറഞ്ഞു. പറ എന്താ വിഷയം? ഞാൻ പറഞ്ഞു, വലിയ സുഖം തന്നെ. മക്കളുടെ കാര്യത്തിലാണോ? ചുരുക്കി പറഞ്ഞ് ഇദ്ദേഹം ഇളക്കി ചോദിച്ചറിഞ്ഞു, അതെ ഞങ്ങളുടെ മൂത്ത മകന് പോകാൻ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹം വലിയ പണക്കാരനല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പെൻഷൻ ആയപ്പോൾ എനിക്ക് കിട്ടിയ തുക ഞാൻ ബാങ്ക് ഇട്ടിട്ടുണ്ട്, അത് തന്നേക്കാതെ പലിശ പോലും തരേണ്ടത് തോന്നുന്നു. അദ്ദേഹത്തോടൊപ്പം പോയി ആ പണം ഞങ്ങൾ വാങ്ങിച്ചു, ഞങ്ങൾക്ക് ഉപയോഗപ്പെട്ടു. അത് 5-10 തിരിച്ചു കൊടുത്തു, പലിശ വാങ്ങിച്ചല്ലോ. എന്നാൽ അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ മകന് ഇപ്പോൾ പഠിക്കാൻ പോകേണ്ടി വന്നപ്പോഴും ഞങ്ങളുടെ മുമ്പത്തെ സ്ഥിതി തന്നെയാണ്, മനസ്ഥിതി മാറിയിട്ടില്ല. അപ്പോഴും ഞങ്ങളുടെ അകത്ത് ആദ്യം ഓർമ്മ വന്ന പേര് പാപ്പച്ചാന്റെ പേരാ. കാരണം ഞങ്ങളുടെ ആവശ്യപ്പെടാതെ ഞങ്ങളെ അറിഞ്ഞ് പണം ഞങ്ങളെ ചോദിക്കാതെ പണം തന്ന ആ വിശാല ഹൃദയത്തിന്റെ ഉടമസ്ഥന്റെ കാര്യമാണ് ഞങ്ങൾക്ക് ആദ്യം വന്നത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ വന്ന ചിന്ത ഇതാണ്, നനഞ്ഞിടം കുഴിക്കരുത്. ഒരു പ്രാവശ്യം തന്നു, തിരിച്ചു കൊടുത്തു, ശരിയാണ്, പക്ഷേ നനഞ്ഞിടം കുഴിക്കരുത്, പിന്നെയും ചോദിക്കാമോ എന്നൊരു ശങ്ക ഞങ്ങൾക്കുണ്ടായി. എങ്കിലും ഞങ്ങൾ അങ്ങ് ധൈര്യപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതിനെന്താ തരാം. പക്ഷെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അത് ഞാൻ മറ്റൊരു സംഗീതമായിട്ടിരിക്കാൻ വേണ്ടി ഇപ്രാവശ്യം എൻ്റെ ബാങ്ക് പലിശ എനിക്ക് പെൻഷൻ ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശയെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉരുട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ പലിശ വേണമെന്ന് പറഞ്ഞല്ലോ, ആ കുഞ്ഞിനെ വിടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, വെരി ഗുഡ്. എന്നാൽ ഈ പ്രാവശ്യം തരുന്ന പണത്തിന് ബാങ്കിൽ എനിക്ക് എന്ത് കിട്ടുമോ ആ പലിശ എനിക്ക് തരാമോ? ഞാൻ നിശ്ചയമായിട്ട് തരാം. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങളെ സഹായിച്ചൊരു വ്യക്തി അടുത്തൊരാവശ്യം വന്നപ്പെടുത്ത അദ്ദേഹത്തിന്റെ പേരാണ് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത്, ദൈവം കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ നെബൂഖദ്നേസർ രാജാവിന്റെ അസന്നിഗ്ധ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ വല്ലാതെ നിന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടിരുന്നപ്പോൾ മറ്റാരും അദ്ദേഹം ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തിയ അദ്ദേഹത്തിന്റെ മന്ത്രവാദികൾക്കോ ആർക്കും കഴിയാത്ത സ്ഥാനത്ത് കയറി വന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവനെ അല്ലേ അന്വേഷിക്കേണ്ടത്? രാജാവ് ഇവിടെയും അവനെ അന്വേഷിച്ചില്ല. അതിന് കാര്യം, ഇദ്ദേഹം വലിയ കാര്യമൊക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ഈ പറഞ്ഞ ദൈവത്തിന്റെ ദാസനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. വാ കൊണ്ട് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ് എവിടെയോ, മഹാത്മാഗാന്ധിജി അദ്ദേഹം 3rd ക്ലാസ് യാത്രക്കാരനായിരുന്നല്ലോ. ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും അദ്ദേഹം 3rd ക്ലാസ്സിലെ യാത്ര, കാരണം ഭാരതീയരെല്ലാം എന്ന് 2nd ക്ലാസ്സിന് ഫസ്റ്റ് ക്ലാസ് യാത്രയാറാവും അന്ന് ഞാൻ കയറുന്നു പറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്റ്റേഷനിൽ വെച്ച് ഒരു മനുഷ്യൻ കയറി വന്നു. വലിയൊരു വീണ പോലൊരു പാട്ടിന്റെ ഉപകരണം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അദ്ദേഹം ഒരു ആഢ്യ കുല ആളാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്ന് സീറ്റ് ഇരുന്നവരെയൊക്കെ ചവിട്ടി താഴെ ഇടിച്ച് അദ്ദേഹം, നിങ്ങളൊക്കെ താഴെ ഇരിക്കുക, കറുത്തവരെ അല്ലാതെ അത്ര വെളുപ്പില്ലാത്തവരെ നിലത്തിരുത്തിയ ഈ മനുഷ്യൻ സംഭ്രം അടഞ്ഞിരുന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. അത് പുറത്തേക്ക് കൈ കഴുകി നീട്ടി തുപ്പി. അതിനുശേഷം അദ്ദേഹം പിന്നെ ഭക്ഷണം കഴിച്ച വെറ്റില മുറുക്കണമല്ലോ, വെറ്റിലെടുത്തു, അത് മുറുക്കി നീട്ടി തുപ്പി. ആ തുപ്പലുൾപ്പെടെ ഗാന്ധിജി ഉൾപ്പെടെ പലരുടെ ദേഹത്ത് വീണു. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ചോദിച്ചപ്പോൾ പലരുടെ ഷണ്ട ഇട്ടു. അപ്പോൾ ഇദ്ദേഹം ഉണ്ടായിരിക്കുക. ഗാന്ധിജി പറഞ്ഞു, സ്നേഹിത, സഹോദര, ഈ മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ യാത്ര ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പം ഗാന്ധിജിയോട് ഇദ്ദേഹം തട്ടിക്കയറി. ഉണ്ടാതിരുന്നോളാം പറഞ്ഞു വയസ്സൻ. ഗാന്ധിജി മിണ്ടിയില്ല. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ മുറുക്കൊക്കെ മൂത്തു, അദ്ദേഹത്തിന്റെ ലഹരിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീണയെടുത്ത് വായിക്കുകയാണ്, ഗാന്ധിജിയെ പോലൊരു മനുഷ്യരുണ്ടോ, അദ്ദേഹമല്ലേ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയെ പുകഴ്ത്തി പാടുക. സാക്ഷാൽ ഗാന്ധിജി അദ്ദേഹത്തിന് സമീപം ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, തന്റെ ഈ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ഇരുന്നോടെ ചോദിച്ചപ്പോൾ ഗാന്ധിജിയെ തള്ളി പറഞ്ഞവൻ, മിണ്ടാതാക്കിയവൻ, ഭത്സിച്ചവൻ, ശാസിച്ചവൻ പറയാ, ഗാന്ധിജിയെ പോലൊരു മനുഷ്യനുണ്ടോ? നോക്കുക, ഇവിടെ ദാനിയേലിന് അർത്ഥം പറഞ്ഞു കൊടുത്ത നെബൂഖദ്നേസർ രാജാവിന് അർത്ഥം പറഞ്ഞു കൊടുത്ത ദാനിയേൽ ഇവിടെ നല്ല റെഡിക്ക് നിപ്പുണ്ട്. നിവർത്തിച്ചു കൊടുത്ത ദാനിയേലിനെ അല്ല അന്വേഷിച്ചത്. അത് കാര്യം
അദ്ദേഹം പറഞ്ഞ ഇതാ കാരണങ്ങൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. സ്തോത്രം. ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായി ഞാൻ വസിക്കുക. ഞാൻ എൻ്റെ അരമനയിൽ സുഖമായും എൻ്റെ രാജധാനിയിൽ സ്വൈര്യമായി ഞാൻ വസിക്കുമ്പോൾ അദ്ദേഹം എന്തിനാ മറ്റുള്ളവരുടെ വേദന അറിയുന്നത്? ദൈവത്തെ അറിയുന്നതിന് മാത്രമേ മനുഷ്യന്റെ വേദന അറിയാനൊക്കത്തുള്ളൂ. ദൈവവുമായി അടുത്തുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ആർഭാട ജീവിതം ഉപേക്ഷിക്കത്തുള്ളൂ. മറ്റൊരുത്തിന്റെ ഭാരം അറിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യത്തിൽ ചില 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 പിടുത്തം ഒക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പിടിച്ചു വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. സ്തോത്രം. ഇതറിയാതെ പോയതാണ് എല്ലാ രാജ്യങ്ങളുടെയും തകർച്ച. രാജാക്കന്മാർ ഈ ലോകത്തിന് അന്നും ഇന്നും നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാർ ലോകത്തെ ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാക്കിയാൽ അതിനകത്ത് ഏറ്റവും നന്നായി പ്രജാതൽപരരായി ദൈവോന്മുഖമായി ജീവിച്ച 5-ൽ താഴെ രാജാക്കന്മാരെ വിശുദ്ധ വേദപുസ്തകത്തിലുള്ളൂ. അതിലേറ്റവും പ്രഗത്ഭനായത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിന്റെ ജീവിതം എളിമയാണ് തുടങ്ങിയത്. വീട്ടു സൗകര്യമുള്ള വീട്ടുകാരായിരുന്നെങ്കിലും ദാവീദിനെ അവർ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ വിട്ടതുകൊണ്ട് കാട്ടിലെ കായ്കനികളും വെള്ളമൊക്കെ കുടിച്ചായിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് വല്ലതും കിട്ടിയാൽ കഴിച്ചു കാണും. അങ്ങനെ കഴിച്ചു എന്നൊരു തോന്നലുമില്ല. കാരണം പിന്നെ അദ്ദേഹം പാടിയോട് പറഞ്ഞല്ലോ, ദൈവമേ എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് ഓഹരി നീയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവനാമത്തിലാണ് അദ്ദേഹം എല്ലാം കഴിച്ചത്. അപ്പനും അമ്മയും മര്യാദയ്ക്ക് ഒന്നും ദാവീദിനെ പോറ്റുകയും പുലർത്തുകയും ചെയ്തില്ല. ദാവീദ് പിന്നെ ആട്ടിടയനായിട്ടങ്ങ് പോയി. ജ്യേഷ്ഠന്മാരെല്ലാം പട്ടാളത്തിൽ പോയി. വീട്ടിലൊരു നല്ല കാര്യം നടന്നപ്പോൾ പ്രവാചകൻ വന്ന് നല്ലൊരു ഫീസ്റ്റ്, നല്ലൊരു ഭക്ഷണം ക്രമീകരിച്ചപ്പോൾ ദാവീദിന് അവർ വരുത്തിയില്ല. ദൈവം കണ്ടതുകൊണ്ട് ശൗമേൽ പ്രവാചകൻ പറഞ്ഞിട്ട് ആളയച്ച് ദാവീദ് വന്നതുകൊണ്ടാണ് ദാവീദിന് അന്നത്തെ ആടിന്റെ കുറങ്ങ് കഴിക്കാൻ കിട്ടിയത്. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ പാനപാത്രവും എൻ്റെ ഓഹരിയും ദൈവമേ നിന്റേതാണ്, എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്ര പങ്ക് നീയാണ്. ഈ ശമൂവേൽ പ്രവാചകനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൻ വിചാരിച്ചു, മനസ്സിലായി, ദൈവമേ നീ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഈ ഉപദേശി എന്നെ വിളിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, നിന്നാൽ ഈ ഉപദേശി എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം കാട്ടിലെ കായികരി നിന്ന് നടന്നേനെ. എൻ്റെ വീട്ടിലുണ്ടാക്കി സ്വാദിഷ്ടമായ ആടോ ഈ കുപ്പൂസോ മറ്റിതര ഭക്ഷണ പദാർത്ഥങ്ങളോ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആഹാരത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് ഓഹരി എന്ന ദൈവമാണ് ദാവീദ് പറയാൻ ഇടയായിത്തുള്ളൂ. അതുകൊണ്ട് ദാവീദിന് അപ്പത്തിൻ്റെ വില നല്ലപോലെ അറിയാമായിരുന്നു. മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന ചിന്ത ദാവീദിനുണ്ടായിരുന്നു. തന്നിലെ ദാവീദിനെ കൂടെ കൂടിയ 400-ഓളം പേർ അവരുടെ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്ന് വേണ്ട ആ നാട്ടിൽ സ്വൈര്യമില്ലാത്ത അല്ലെങ്കിൽ സ്വസ്ഥവും സമാധാനമില്ലാത്ത 400-ഓളം പേരുടെ രാജാവായിരുന്നു അല്ലെങ്കിൽ നേതാവായിരുന്നു ദാവീദ്. അപ്പൊ ദാവീദിന് തന്റെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ വന്നുകൊണ്ട് കഷ്ടതയുള്ളവരെ ചേർത്ത് നിർത്തിയ രാജാവായിരുന്നു. തന്റെ രാജഭരണകാലത്ത് ഒരിക്കലും അദ്ദേഹം പിന്നെ രാജാവായിട്ട് കുറെയൊക്കെ പിരിച്ചുവെങ്കിലും അദ്ദേഹം വളരെയേറെ ജനങ്ങളെ ദ്രോഹിച്ച രാജാവല്ലായിരുന്നു. പിന്നെ മക്കൾക്കും ഭാരം ഉണ്ടാക്കിയില്ല. ഒരിക്കൽ അബ്ശലോം രാജകുമാരൻ അദ്ദേഹം സ്വന്തമായിട്ട് രാജാവാകാൻ പോകുന്നൊരു പരിപാടി ഇട്ടതാ. ചതിവിലാണെങ്കിലും അപ്പനെ വിളിച്ചു, നീയോടെ വരാൻ പറഞ്ഞു, എനിക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ട്, അപ്പനോട് വരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ എന്തിനാ മോനെ വരുന്നേ, ഞാൻ വന്നാൽ നിനക്ക് ഭാരമേ ഉള്ളൂ. ഞാൻ തന്നെയല്ല വരുന്നു, ഞാൻ രാജാവായിട്ട് എൻ്റെ കൂടെ അകമ്പടികളും ശിങ്കടികളും എല്ലാം ഒത്തിരി കാണും. ഒരു 100-100 പേരെങ്കിലും എന്നോടൊപ്പം കാണും. ഇപ്പം ഞങ്ങൾ എല്ലാവരോടെ വന്നാൽ എൻ്റെ മോനെ നിനക്ക് താങ്ങത്തില്ല. എന്തിനാ അത്? ആവശ്യമില്ലല്ലോ. ആടുകളെ രോമം കത്തിരിക്കുന്നില്ല, കത്തിരിച്ചോ, മോന്നാ പോയി നടത്തിക്കോ, അത്രയും നിനക്ക് ലാഭമാകുമല്ലോ. നോക്കിയേ, ഒരപ്പൻ പറഞ്ഞത് കേട്ടോ. ഒരപ്പൻ പറഞ്ഞ അതാ, മോനെ നിനക്ക് ഭാരമാകും, എനിക്കിത് തരാൻ വേണ്ട പോലെ എൻ്റെ അടുത്ത് കാശുമില്ല, ഞാൻ തന്നെ വന്ന എല്ലാം കാര്യം നിങ്ങൾ ചെയ്യാൻ ആ ഒരു പരുവത്തിലായിരുന്നു. എൻ്റെ മകന് വേണ്ടി കൊട്ടാരത്തിലെ പണം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അങ്ങനെ ഒരാളായിരുന്നു രാഷ്ട്രപതി അബ്ദുൽ ജെ കലാം. നമ്മുടെ മുൻ രാഷ്ട്രപതി, തമിഴ്നാട്ടുകാരനായ രാഷ്ട്രപതി ഭവനിലെ പണം ദുർവ്യയം ചെയ്യാത്തൊരു രാഷ്ട്രപതിയാണ്.
അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും രാഷ്ട്രപതി ഭവനം വന്നപ്പോൾ അവരുടെ മുഴുവൻ ചെലവിന്റെയും പണത്തിന് ചെക്ക് എഴുതി കൊടുത്തു. അവിടെ ധൂർത്തും വലിയ പെരുന്നാളിനുള്ള അത് നടത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇതാരാ കഴിക്കുന്നത്? ഈ നാട്ടിലെ വലിയവർ, അവർക്കല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കാണല്ലേ, ഹോട്ടലിൽ പോയി കഴിച്ചോളൂ. അതുകൊണ്ട് ആ 22 ലക്ഷം രൂപ വരും ഒരു പെരുന്നാളിന്റെ ബാക്കി പത്രത്തിന്. ആ 22 ലക്ഷം രൂപ ഒരു അനാഥാലയത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഭരണാധികാരികളുണ്ട്, അപൂർവത്തിൽ അപൂർവമാണ്. അതിലല്ലാതെ ദാവീദും അതുപോലൊരാളാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, മോനെ അബ്ശലോമേ, ഞങ്ങൾ നിന്റെ കൂടെ വന്ന നിനക്ക് ഭാരമാ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് നീ ആഹാരം തരേണ്ടി വരും. പിന്നെ കുതിരയ്ക്ക് തീറ്റിയായി, വഴിച്ചെലവായി, ഡീസൽ അടിക്കണം, ഇന്നാണെങ്കിൽ ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം, അപ്പൊ കുതിരയ്ക്ക് തീനായി, കുതിരക്കാർക്ക് വല്ലതും കൊടുക്കണം. ഇതൊക്കെ എന്തിനാ? അതുകൊണ്ട് മോൻ പൊക്കോ, പപ്പാടെ പ്രാർത്ഥന ഉണ്ട്, അപ്പന്റെ പ്രാർത്ഥന നിന്നോട്ടിരിക്കും, നിന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ അപ്പന്മാരാണ് പറയുന്നത്, നമുക്ക് എന്നാ വേണം? മക്കളെ കാശില്ലേ? ഇല്ലേ, നമുക്ക് കാശില്ലേ? ഒരു വണ്ടിയില്ല, 9 വണ്ടി പിടിച്ചോ. അതെ, സങ്കീർത്തനങ്ങൾ 16:5 എന്റെ അവകാശത്തിന്റെയും സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥന, ദാവീദ് തനിക്ക് ലഭിച്ച നന്മയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞാണ്. സങ്കീർത്തനങ്ങൾ 16:5 വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ 16:5 അവിടെ ഇങ്ങനെ പറഞ്ഞത്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എന്റെ അവകാശം ഞാനിപ്പം കഴിക്കുന്നല്ലോ, ഈ അവകാശവും അദ്ദേഹം പാനപാത്രം കരങ്ങളെടുത്ത് ഉയർത്തി, ഞാൻ കഴിക്കുന്ന ഈ കുടിക്കുന്ന ഈ പാനപാത്രത്തിന്റെ പങ്ക് എന്റെ ദൈവത്തിൻ്റെതാണ്, എന്റെ ഓഹരി ഇതെനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് ദൈവം പരിപാലിച്ചതുകൊണ്ടാണ് ഇതെനിക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും കൂടെ കഴിച്ചേനെ, മിച്ചം വന്നെടുത്ത് പട്ടിക്ക് കൊടുത്തേനെ, അല്ലെങ്കിൽ കുഴിച്ചിട്ടേനെ. എന്നാലും ആ നാട്ടിലെ സാധുക്കൾ കൊണ്ട് കൊടുക്കുകയല്ലേ. പോകട്ടെ. ഇവിടെ ഇതാ ദാവീദ് മകനോടൊപ്പം പോയില്ല. പറഞ്ഞു, മകനെ, പപ്പായുടെ അപ്പന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നിനക്കുണ്ടാകും, നീ പൊക്കോ. അപ്പോഴാ പറഞ്ഞ, അതോ നീ അവനെ കൊണ്ടുപോകും, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാൽ ഇന്നോ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും എങ്ങനെ ചെലവ് കൂട്ടാമെന്ന് റിസർച്ച് നടത്തുക പല പാർട്ടികളും. കോവിഡ് വന്നിട്ടും കൊറോണ വന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല. 10,000, 1,500 പേരെ വെച്ച് നടത്തിയ കല്യാണം 20 പേരെ വെച്ച് നടത്തിയാൽ മതി. അങ്ങനെ നടത്തുന്നു. ഇപ്പം 200 പേർക്കായപ്പോൾ അതും പിന്നെയും കൂട്ടുക. അപ്പം കുറച്ച് പേരെ വെച്ച് നടത്താൻ പറ്റുന്ന കല്യാണങ്ങളാണ് കല്യാണമെന്ന് മനസ്സിലായിട്ടും ആർഭാടത്തിനും ചെലവിനും ഇന്നും വലിച്ചു കൂട്ടുക വിഷയങ്ങൾ. അതിനുവേണ്ടി എന്തോരം വണ്ടിയാ പോകുന്നത്, എത്രമാത്രം ഇത് കാര്യങ്ങൾ നടക്കുന്നത്, എത്രയ്ക്ക് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാജാവ് പറയാണ്, മോനെ ഞാൻ വരുന്നില്ല. ആ അപ്പൻ പ്രജാതൽപ്പനായിരുന്നുവെങ്കിലും ജനങ്ങൾ വളരെ ദരിദ്രരും കടവും പ്രയാസവും ഉള്ളവരായതുകൊണ്ട് കൊട്ടാരത്തെ നിലനിൽപ്പിന്, പടയാളികളുടെ ഭക്ഷണത്തിന്, ശമ്പളത്തിന് പണം തികയാതെ വന്നപ്പോൾ രാജാവ് ശകലമൊക്കെ പിരിവൊക്കെ നടത്തി. ശകലമല്ല, പിന്നെ അദ്ദേഹം ടാക്സ് പിരിച്ചു. നാം പിന്നെ ഇങ്ങനെ കാണുന്നത്, ദാവീദ് മരിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായ ശലോമോൻ രാജാവായി. സ്തോത്രം. ദാവീദ് വലിയ പിരിപ്പൊന്നും പിരിച്ചില്ല. ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവരോട് കൂടെ ചേർന്ന് അവർ കഴിച്ചതും കഴിച്ച് അവരോടൊപ്പം നടന്ന് വിശപ്പിന് യാചിച്ച് നടന്ന അപ്പന്റെ മകനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, ദൈവത്തിന് വേണ്ടി ഇല്ലായ്മയെ കൊടുത്തപ്പോൾ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ശലോമോൻ രാജാവായി. ശലോമോൻ രാജാവായപ്പം ആയിരക്കണക്കിന് ഭാര്യമാരെ തീറ്റിപ്പോറ്റണമെങ്കിൽ കാശ് വേണ്ടായോ? അതിന് ഇന്നത്തെ പോലെ GST AST എന്തൊക്കെ കൂട്ടാവുന്ന മുഴുവൻ കൂട്ടി. ഇന്നും ഈ പിരിച്ചു കൂടുന്ന മുഴുവൻ ഒരു വർഗത്തെ മുഴുവൻ പോറ്റാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഫ്രീ പെട്രോളോ ഫ്രീ താമസം ഫ്രീ ഇത് കൊടുക്കാൻ വേണ്ടി പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന, വണ്ടി ഓടിക്കുന്ന, തെങ്ങ കയറുന്ന, പുല്ലി കത്തുന്ന ആളുകളെ പിഴിഞ്ഞ് മേടിച്ചാണ് വലിയ പുള്ളികൾക്കെല്ലാം കാശ് കൊടുക്കുന്നത്. ശലോമോൻ രാജാവാണ് അതിന്റെ ഉസ്താദ്. അദ്ദേഹമായി തുടങ്ങിയത്. അദ്ദേഹം ദേവാലയം പണിയാനും ഇതിനൊക്കെ ആയിട്ട് അപ്പൻ ഉണ്ടാക്കി വെച്ചെങ്കിലും പിന്നെ അദ്ദേഹം വളരെയേറെ ജനങ്ങളെ പിടിച്ചു വാങ്ങിച്ചു. പക്ഷെ ഇദ്ദേഹം ശക്തനായതുകൊണ്ടും ആരും
തിരുവായിക്ക് എതിർവായി പറഞ്ഞില്ല, രാജാവിന് മുമ്പ് ഓച്ചാനിച്ച് നിന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, ശലോമോൻ്റെ കാലം കഴിഞ്ഞു, അടുത്ത ഒരു മോൻ രാജാവായി. രാജാവായപ്പോൾ ജനപ്രതിനിധികൾ, MLA-മാരല്ല കേട്ടോ, MLA-മാരെ പോലെ ഇന്നത്തെ പോലെ അവർ കൊടുവിച്ചക്കാർ അടക്കുന്നതല്ല, ജനപ്രതിനിധികളായ ചില ജനങ്ങൾ എന്ന് പറഞ്ഞു, രാജാവേ ഞങ്ങളെ സഹായിക്കണം, എന്ത് വേണം, നിന്റെ അപ്പൻ ഞങ്ങളെ പിഴിഞ്ഞൊരു പരുവത്തിലാക്കി, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ 18% ടാക്സ് ഒന്ന് കുറച്ച് ഒരു 6% ആക്കി തരണം, ഈ GST AST ഒന്ന് മാറ്റിത്തരണം, എല്ലാത്തിനും ടാക്സ് കൊടുത്ത് ഞങ്ങൾ മുടി, അതുകൊണ്ടൊന്ന് മാറ്റിത്തരണമെന്ന് അന്നത്തെ ജനങ്ങൾ രാജാവിന് പറഞ്ഞു. കുതിരയ്ക്ക് പുല്ല് കൊടുക്കാനും കുതിരക്കാർ ശമ്പളം കൊടുക്കാനും അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കും വെപ്പാട്ടിമാർക്കും കാശ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ പിഴിഞ്ഞ് ഞങ്ങളൊരു പരുവത്തിലായി. അതുകൊണ്ട് രാജാവേ, നീ ഒരു ഉപകാരം ചെയ്യണം, നീ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ ഈ പിരിവൊന്ന് കുറച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ അവിടെ ഉണ്ടായ കാലജ്ഞന്മാരായ തൻ്റെ അപ്പനോട് പറഞ്ഞ ആളോട് എന്താ വേണം? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛനെ, അവർ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾക്കൊന്നും വാ വിളിക്കത്തില്ല, ഞങ്ങൾ തട്ടിക്കളഞ്ഞേനെ, ഞങ്ങളെ കൊന്നു കളഞ്ഞേനെ, അതുകൊണ്ട് ഞങ്ങൾ ഇവർ പറഞ്ഞ ന്യായമാ, നീ ഈ കര പോലെ ഒന്ന് കുറയ്ക്കും, ഇപ്പം രാജ്യം സ്വസ്ഥമായിരിക്കുകയാണല്ലോ, ഇനി എന്തിനാ കരത്തിൻ്റെ ആവശ്യം, ഇപ്പം പ്രശ്നമൊന്നുമല്ലല്ലോ, പിന്നെ ഇതിനെ പിന്നെ കരം കൂട്ടുന്നേ, പിന്നെ വില കൂട്ടുന്നത്, നീ ഒന്ന് കുറച്ചു കൊടുക്ക്. പുള്ളി പറഞ്ഞ ആട്ടാ ഓ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമായിട്ട് അവരെ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു. അവർ പറഞ്ഞു, എടാവേ എന്നാ വേണം, ഇങ്ങനെ ചോദിച്ചെന്നറിയത്തില്ല, എന്ത് വേണം എൻ്റെ സഹാക്കളെ, എന്തോ വേണം, നമുക്ക് എങ്ങനെ ഇത് ചെയ്യണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ടാക്സ് കുറച്ചാൽ പിന്നെ നമ്മളെങ്ങനെ റമ്മി കളിക്കുന്നത്, ഈ ടാക്സ് കുറച്ചാൽ പിന്നെ നമ്മളെങ്ങനെ വിമാനത്തെ പോകുന്നത്, നമുക്കെങ്ങനെ കാശ് ഉണ്ടാകുന്നത്, ഇവരെ ഞെക്കിപ്പിഴിഞ്ഞാലേ നമുക്ക് കൊണ്ടുവന്നോ, അതുകൊണ്ട് ഇത് പറയണം, എൻ്റെ അപ്പൻ്റെ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരൽ 5 വിരൽ ഏറ്റവും ചെറിയ അതിൻ്റെ ചെറുവിരൽ എന്ന് പറഞ്ഞു, ആ അപ്പൻ്റെ ചെറുവിരലിൻ്റെ അത്രയും കാണും അവൻ എൻ്റെ അര എന്ന് പറഞ്ഞാൽ, അപ്പൻ്റെ ചെറുവിരൽ ഇത്രയുണ്ടെങ്കിൽ ആ എൻ്റെ ചെറുവിരൽ എൻ്റെ അരയോടൊപ്പം ഉണ്ടാവും. പിന്നെ അപ്പൻ നിങ്ങളെ വടി കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 12-ാം അധ്യായത്തിൻ്റെ 3 മുതലാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എൻ്റെ ചെറുവിരൽ, എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണം എൻ്റെ ചെറുവിരലിന്. എന്നിട്ടോ എൻ്റെ അപ്പൻ നിങ്ങളെ ഭാരമുള്ള നുകം വെച്ചിരിക്കുക, ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ടാക്സ് പിരിച്ചുവെങ്കിൽ ഞാൻ ആ ടാക്സ് 10% 20% പോവാ, ഭാരം കൂട്ടും. എന്നിട്ടോ എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ഘടിപ്പിക്കും. അല്പം ദയയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി വന്നതായ ജനങ്ങളോടുള്ള രാജാവിന്റെ പ്രതികരണം ഇതാണ്. ഒടുവിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ രാജ്യം 2ആയി മാറി, ഛിന്നഭിന്നമായി പോയി. വൃദ്ധന്മാർ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുത്ത ആലോചന അവർ അനുസരിച്ചില്ല. ദൈവോന്മുഖമായി ആ രാജാവ് ശലോമോന്റെ മകൻ രഹാബിയാം സ്തോത്രം ചെയ്തില്ല. പ്രിയമുള്ളവരെ, സമയം ഇവിടെ അവസാനിക്കുന്ന വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ രാജാക്കന്മാരുടെ കാലത്ത് കർത്താവ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം നിത്യമായൊരു രാജ്യം സ്ഥാപിക്കും. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും, ഭാരതം മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. 40% ടാക്സ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, പെട്രോളിന് വില കൂടിയ രാജ്യങ്ങളുണ്ട്, എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും വില കൂടി. അതെല്ലാം ഇത് രാജാക്കന്മാർ ഭരിക്കാൻ. ഇന്ന് രാജാക്കന്മാർ 1-2 രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, പിന്നെ ഇംഗ്ലണ്ടിലേ ഉള്ള രാജാവ്, പിന്നെ 1-2. ബാക്കിയുള്ള രാജാക്കന്മാരുടെ സുഖ സൗകര്യത്തിന് വേണ്ടി, ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി, അവരുടെ പിന്നെ ആർഭാടത്തിന് വേണ്ടി സാധുക്കളായ ജനങ്ങളെ പിരിച്ചു കൂട്ടുക. ഇതിനൊരു അന്തം, അത് നമ്മൾ പാടുന്നത്, എൻ്റെ പ്രയാസം എന്ന് മാറുമെന്ന്. ഹല്ലേലൂയ. നീ എന്നാ വരുന്ന കർത്താവേ? എൻ്റെ പ്രാണനാഥൻ എന്ന് വരും? എന്ന് തീരും എൻ്റെ വേദനകൾ? ഇങ്ങനെ വേദനയോടിരിക്കുന്ന ബഹുശതകം ജനങ്ങൾ ഈ ലോകത്തുണ്ട്. ഭാരതത്തിലുണ്ട്, ഇതര രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, നേപ്പാളിലുണ്ട്, ഭൂട്ടാനിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, എണ്ണപ്പെട്ട എല്ലാ വൻകിട ചെറുകിട രാജ്യങ്ങളുണ്ട്, നൈജീരിയയിലുണ്ട്, ആഫ്രിക്കൻ വനാന്തരങ്ങളിലുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞത്, എന്ന് ഞങ്ങളുടെ കഷ്ടം തീരും, ഞങ്ങളെ ഭരിക്കുന്ന ഇവർ എന്ന് ആര് ഞങ്ങളെ വിടുവിക്കും ചോദിക്കുമ്പോൾ
ഈ വിശുദ്ധ വചനം പറയുന്നു, കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നുണ്ട്. കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നുണ്ട്. അത് ഈ ഭരണകൂടങ്ങളെ മുഴുവൻ അത് തകർത്തെറിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പക്ഷെ ആ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന്റെ കൽപ്പനനുസരിച്ച് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അന്ന് കർത്താവിനോടൊപ്പമായി തീരുവാൻ കഴിയത്തുള്ളൂ. അവരുടെ പാടിന്റെ വരികൾ ഒന്ന് പാടി സ്തോത്രം അവസാനിപ്പിക്കട്ടെ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മാനാഥ ഈ പാരിടത്തിൽ, അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മാനാഥ ഈ പാരിടത്തിൽ. എൻ പ്രാണനാഥനെന്നു വരും, അന്നു തീരും എൻ വേദനകൾ. കർത്താവ് ഈ എലോഹോയ് മിനിസ്ട്രിയെ, കർത്താവിൻ്റെ ദാസപ്രിയ അലക്സാണ്ടർ കോശി അവരുകളെ, കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് കേൾവിക്കാരെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി വിശുദ്ധ പുസ്തകത്തിലുണ്ട്. അതിലൂടെ ദൈവം നമ്മെ സമാശ്വസിപ്പിക്കട്ടെ. ഈ പ്രസംഗം കേട്ട നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവിനെ ഒരുങ്ങാ പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ സുഖിപിതാവേ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസലടുത്ത് വരുന്ന കർത്താവ് ഞങ്ങളെ സഹായം നൽകിയ സമയത്തിനായി സ്തോത്രം. വചനം കേട്ടവരാരും ശിക്ഷാവിധി കാരണമായി തീരരുത്. ആർക്കും ഭാരവും പ്രയാസം ഉണ്ടാകരുത്. യഥാസ്ഥാനപ്പെടുവാൻ നെബൂഖദ്നേസറിനെ പോലെ വലിയ കാര്യം പറയുവാൻ, പുകഴ്ച പറയുവാനല്ല കർത്താവേ, യഥാസ്ഥാനപ്പെട്ട ദൈവോത്മുഖമായി ജീവിപ്പാൻ തിരുമേനി കൃപയുമാരാകണമേ എന്ന അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ അനുഭവങ്ങളെ വിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാ ജനങ്ങളെയും അങ്ങ് സഹായിക്കണം. അവിടുത്തെ കൃപയിൽ എല്ലാവരും പൊതിയണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ എലോഹി ഫേസ്ബുക്ക് പേജിനായി സ്തോത്രത്തിലൂടെ നിരന്തരമായി ദൈവവചനം പ്രഘോഷിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരെ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദാസൻ പ്രിയ അലക്സാണ്ടർ കോശിപ്പാസ് അദ്ദേഹത്തെ കുടുംബത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ട് മഹത്വമാനം പുകഴ്ച അങ്ങേക്ക് തരുന്നു. യേശുവിനെ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസാരിക്കാവലും നമ്മളോടും എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഒന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അതൊക്കെ കുഞ്ഞാൻ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. കർത്താവ് ചില അടുത്ത ചൊവ്വാഴ്ച പകൽക്കാലം നമുക്ക് വീണ്ടും കാണാം. അതുവരെ അന്യോന്യം ഓർക്കാം. പ്രാർത്ഥനയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.